ആ സന്തോഷം. നീ ഇങ്ങനെ പോയതും അത് കണ്ടതും കേട്ടതും എനിക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം ഇങ്ങനെ പോകുന്നവളുമാർക്ക് ഇങ്ങനെ കിട്ടിയില്ലെങ്കിലുള്ള അത്ഭുതം. ഭർത്താവ് മരിച്ചിട്ട് അധികം നാളായായിരുന്നോടി. അവൾക്ക് എന്തായാലും ഈ ജീവിതകാലം മുഴുവൻ ഒറ്റത്തടിയിട്ട് ജീവിക്കാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. ഭർത്താവ് മരിച്ചിട്ട് അധികം നാളൊന്നും ആയില്ല. അവളെ ഞാൻ രണ്ടാമത് കല്യാണം കഴിപ്പിക്കുകയും ചെയ്യും. ചെയ്തേനെ, ചെയ്യണമല്ലോ. അവൾക്കൊരു കൂട്ട് വേണമല്ലോ. അതിനിപ്പോൾ അവൾ ഈ കള്ളുകുടിയനും പെണ്ണുപിടിയനായിട്ടുള്ളവനൊക്കെ പോകാൻ ഞാൻ പറഞ്ഞോ? ഇതറിഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, മോളെ നമുക്ക് വേണ്ട, അവനാൾ ശരിയല്ല, നിൻ്റെ ജീവിതം നിനക്ക് ശരിയായി കിട്ടത്തില്ലെന്ന് പറഞ്ഞു. അവൾ കേട്ട പാവം അടിച്ചാ. എന്നിട്ട് ആ കുഞ്ഞിനെ പോലും കളഞ്ഞിട്ടാ അവൾ അവൻ്റെ കൂടെ പോയത്. അപ്പം പിന്നെ അവൾക്ക് സുഖം ജീവിതം കിട്ടുമോ? എന്നെയും ആ കൊച്ചിനോട് മനസ്സ് നോവിച്ചിറങ്ങിപ്പോക്ക് പിന്നെ നല്ല ജീവിതം കിട്ടുമോ? കിട്ടിയില്ലെങ്കിലുള്ള അത്ഭുതമുള്ളു. എനിക്കറിയാം ഇത് ഇങ്ങനെയൊക്കെ തന്നെ ആവത്തുള്ളൂ. അവളൊക്കെ ഇവള് മാത്രമല്ല, ഇങ്ങനെയുള്ള ഓളുമാർ അങ്ങനെ തന്നെ. സ്വന്തം ഭർത്താവിനെ തള്ളിക്കളഞ്ഞിട്ട് കണ്ടവന്മാരുടെ കൂടെ പുറയിൽ അങ്ങ് പോകും. എനിക്കറിഞ്ഞൂടെ എന്തോ ഇതിനകത്തേക്കുള്ള രഹസ്യമെന്ന്. ആ കുഞ്ഞ് ഓരോ ദിവസവും ഉമ്മയുടെ കാര്യം ചോദിക്കുമ്പോൾ എനിക്ക് പറയാൻ മറുപടിയില്ല. എനിക്ക് പറയാൻ പറ്റുമോ നിൻ്റെ ഉമ്മ നിന്നെ കളഞ്ഞിട്ട് പോയി മോനെന്ന്? പിന്നെ എനിക്കൊരാകപ്പാടൊരു വിഷമേ ഉള്ളൂ, എൻ്റെ കാലം കഴിഞ്ഞാൽ എൻ്റെ കുഞ്ഞ് എങ്ങനെ ജീവിക്കുമെന്ന്. പടച്ചോനുണ്ടല്ലോ, അവനിക്ക് വേണ്ടിയിട്ട് ഇപ്പം ഞാൻ കഷ്ടപ്പെടുന്നത്. എൻ്റെ വയ്യാഴിക മാറ്റി വെച്ച് ഞാൻ വല്ലോടം പോയി കിടന്ന് ജോലി ചെയ്ത് എൻ്റെ കുഞ്ഞിനെ ഞാൻ വളർത്തുന്നത്. അവനെ ഞാൻ വളർത്തിയെടുക്കും. അവളെവിടെയെങ്കിലും പോയി തൊലയട്ടെ, എനിക്ക് അവിടെ കാര്യം തന്നെ എനിക്ക് കേൾക്കണ്ട. അത്രയേ